അമ്മ എന്തൊക്കെ ചെയ്തിട്ട് നല്ലൊരു ജോലി ശരിയാവണില്ലല്ലോ അമ്മ, എന്ത് ചെയ്യും ഞാൻ? എന്റെ മോനെ, നീ നല്ല രാശിയുള്ളവനാ. നിനക്കിപ്പോ ജോലി ഇല്ലെങ്കിൽ എന്താ, നിനക്ക് എവിടെന്നെങ്കിലുമൊക്കെ പൈസ ആരെങ്കിലുമൊക്കെ നിന്നെ സഹായിക്കും. നീ നിനക്ക് കിട്ടും, നല്ലൊരു ജോലി നിനക്ക് കിട്ടും. നീ വെയിറ്റ് ചെയ്. ഏട്ടാ, അമ്മേ, എന്താടി ഇവിടെ? ഞാൻ എന്റെ മോനോട് സംസാരിച്ചോണ്ടിരിക്കണമെന്ന് കേട്ടില്ലേ? അത് പിന്നെ അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അമ്മേ, ഞാൻ ഞാൻ ഗർഭിണിയാണമ്മേ. എന്ത്? നീ ഗർഭിണിയാണെന്നോ? അതെ അമ്മേ, ഞാൻ ഗർഭിണിയാണ്. അമ്മേ, ഇത് ഉറപ്പായിട്ടും എനിക്കൊരു ആൺകുട്ടി തന്നെ ആയിരിക്കും അമ്മേ. അതേടാ മോനെ, അത് നിനക്കെന്ത് ഇത്ര ചിന്തിക്കാൻ? നിന്നെ എന്തായാലും ദൈവം ഇപ്രാവശ്യം അനുഗ്രഹിക്കും. നിനക്കൊരു ആൺകുട്ടി തന്നെ ഉണ്ടാവും. മോളെ, നമുക്ക് നാളെ തന്നെ ഒരു ആശുപത്രി കൊണ്ടേ കാണിക്കാം. ശരി അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ. എന്ത് പറ്റിയതാണ്? അതെ ഡോക്ടറെ, ഇവള് പ്രഗ്നന്റ് ആണ്. ആണോ? നോക്കട്ടെ. അവിടെ ഒന്ന് കിടന്നേ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കാവോ? ശരി ഡോക്ടറെ. മോളെ, ഒന്ന് അവിടെ കയറി ഒന്ന് കിടക്കാവോ? നിങ്ങൾക്ക് നോക്കിയിട്ട് കുഴപ്പമൊന്നും കാണണല്ലോ കേട്ടോ. പുറത്തുള്ള നിൽക്കണവരെയൊക്കെ വിളിക്കാം. ശരി ഡോക്ടറെ. ഡോക്ടറെ, നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതൊരു ആൺകുട്ടി തന്നെ ആയിരിക്കില്ലേ ഡോക്ടറെ? അതെന്താ ആൺകുട്ടിയാണോ എന്നൊരു ചോദ്യം? എന്താ നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലേ? എന്നാ നിങ്ങൾക്ക് തെറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കണത് പെൺകുട്ടിയാണ്. അതെന്താ മോളെ അമ്മ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയത്? അമ്മക്ക് പെൺകുഞ്ഞുങ്ങൾ ഇഷ്ടമല്ലേ? അല്ല. സാരില്ല, മോളെന്തായാലും ഇപ്പം അതൊന്നോർത്ത് വിഷമിക്കണ്ട. അതൊന്നോർത്ത് വിഷമിക്കാൻ പറ്റിയ സമയമല്ലല്ലോ ഇത്. മോള് സന്തോഷത്തോടെ ഇരിക്ക് കേട്ടോ. എന്തുണ്ടെങ്കിലും ഡോക്ടറിനെ വന്ന് കണ്ടാൽ മതി. ഓക്കെ? ഞാൻ 1 മാസത്തേക്കുള്ള മരുന്ന് ഇപ്പം എഴുതാം. നിങ്ങൾ 1 മാസം കഴിയുമ്പോഴത്തേനും ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വന്ന് എന്നെ കാണണം കേട്ടോ. ശരി ഡോക്ടറെ. നിങ്ങൾ വന്നോ? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താവാൻ? ഒന്നും ആവാനില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താടി, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ആൺകുഞ്ഞ് തന്നെയല്ലേ? അല്ല ഏട്ടാ, ഇതും ഒരു പെൺകുഞ്ഞ് തന്നെയാ. എന്താ നീ പറഞ്ഞത്? ഇതും പെൺകുഞ്ഞാണോ? എങ്കിൽ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ഏട്ടാ, ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നമ്മുടെ കുഞ്ഞ് തന്നെയല്ലേ ഏട്ടാ? കളയണ്ട ഏട്ടാ. കളയാൻ ഞാൻ സമ്മതിക്കില്ല. കളയാൻ അവള് സമ്മതിക്കത്തില്ല പോലും. ഞാൻ അവളുടെ അടുത്ത് കുറെ തവണ അവിടെ വെച്ച് പറഞ്ഞതാ അബോട്ടിയാന്ന്. ഇവളപ്പോ അവിടെ ഇരുന്ന് കരഞ്ഞു മൂങ്ങി കാണിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ഡോക്ടർ തന്നെ സമ്മതിക്കണത്? ഇവളുടെ സമ്മതമില്ലാതെ ഏത് ഡോക്ടർ സമ്മതിക്കാനാ കൊച്ചിനെ അബോട്ട് ചെയ്യാൻ? ഓ, എന്റെ തലവിധ ഈ പെൺപിള്ളേര് തന്നെ എനിക്ക് ഉണ്ടാവണത്. എന്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് സർപ്പശാപം എനിക്കുണ്ടെന്ന്. അതിന്റെ ഇതായിട്ടാ എനിക്കെല്ലാം ഈ പെങ്കൊച്ച് തന്നെ ഉണ്ടാവണം. ഇവളോടാണെങ്കിൽ എനിക്ക് പെങ്കൊച്ചിനെ വേണ്ട. ഇവളോടാണെങ്കിൽ പറഞ്ഞാലും കേൾക്കത്തില്ല. എനിക്ക് വേണ്ട ഈ കുഞ്ഞിനെ. എനിക്ക് എന്തായാലും ഈ കുഞ്ഞിനെ വേണ്ട ജോത്സ്യര്. ഇതിനെ കളയാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ജോത്സ്യര് തന്നെ പറഞ്ഞു തന്നെ. ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം. നിങ്ങൾ ഈ മരുന്ന് അവളുടെ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഉണ്ടാവണ കൊച്ച് ഒരു ചാവപ്പിള്ളയായിരിക്കും. അവളുടെ സംസാരശേഷി നഷ്ടപ്പെടും. ആ കൊച്ച് മരിച്ചു പോകും വയറ്റിൽ വെച്ച് തന്നെ. ശരി ജോത്സ്യരെ, എന്തായാലും ആയതായിപ്പോയി. ഇനി മോള് അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. മോളി ഭക്ഷണം കഴിച്ചേ, അമ്മ മോക്ക് വാരിത്തരാം. ഇങ്ങനെ അതോർത്ത് വിഷമിച്ചിരിക്കുവാണോ? എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു മോനെ തന്നെ കിട്ടും. ഈ പ്രാവശ്യം നമുക്ക് വിളയും കൂടെ സ്വീകരിക്കാം. അത് സാരില്ല, പോട്ടെ, മോളത് വിട്ടുകളാ. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. എനിക്ക് എന്റെ കുഞ്ഞിനെ കൊന്നു കളയാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. അതും ഒരു ജീവനല്ലേ അമ്മേ? അതിനെ ഞാൻ എങ്ങനെ നശിപ്പിച്ച് കളയണമെന്നാ നിങ്ങൾ പറയണത്? അത് ശരിയാ മോളെ നീ പറഞ്ഞത്. നീ പറഞ്ഞത് ഞങ്ങൾ പിന്നീട് ആലോചിച്ചു. എന്തായാലും സാരില്ല, പോട്ടെ, നീ ഭക്ഷണം കഴിക്കേ. നീ അതോർത്ത് ഇനി വിഷമിച്ചിരിക്കണ്ട. അമ്മ അങ്ങനെ പറഞ്ഞു പോയതില്ലേ, ഈ മോള് അമ്മേനോട് ക്ഷമിക്കില്ലേ? അയ്യോ അമ്മേ, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എനിക്ക് അതിന് പറ്റാത്തോണ്ടാ. അമ്മ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. സാരില്ലമ്മേ. എങ്കിൽ മോളൊന്ന് ചിരിച്ചേ. എന്നാ അമ്മ മോൾക്ക് ഭക്ഷണം വരത്തരാം.
മോളി ഭക്ഷണം കഴിച്ചോ? ശരി അമ്മേ, ഞാൻ കഴിച്ചോളാം. ആ എനിക്ക് വയറ് വേദനിക്കുന്നല്ലോ. ഏട്ടാ, എനിക്ക് വയറ് വേദനിക്കുന്നു, എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോവോ? എന്ത് വാടി ഒന്ന് പോടി എണീറ്റ്. നിനക്ക് വയറുവേദനിക്കുമ്പോ ആശുപത്രി കൊണ്ടാണ്ടിരിക്കുന്നല്ലേ ഇവിടെ ഞാൻ. വേണമെങ്കിൽ തന്നെ പോടി. ആ, അമ്മേ, അയ്യോ, എനിക്ക് വയറ് വേദനിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ, വേണ്ട ഒരു ചേച്ചി. ആ ചേച്ചി ഹോസ്പിറ്റലിന്റെ ആ അരികത്ത് വീണ് കിടക്കണു. അയ്യോ അയ്യോ, എനിക്ക് വയറ് വേദനിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കണേ. അയ്യോ അതേടാ, വാടാ, ഓടി വാടാ, നമുക്ക് പോയി രക്ഷിക്കാം. അയ്യോ, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി എണീക്ക് ചേച്ചി. എന്നെ കൊണ്ട് പറ്റല്ല. എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കൂ. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ഡോക്ടർ. എന്റെ കുഞ്ഞെവിടെ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ ഓക്കെയാണ്. പക്ഷേ പക്ഷേ കുഞ്ഞിനൊരു കുഴപ്പമുണ്ട്. എന്താ ഡോക്ടർ? എന്താ ഡോക്ടർ? എന്റെ മോൾക്ക് എന്താ ഡോക്ടർ കുഴപ്പം? കുഞ്ഞിന് സംസാരശേഷിയില്ല. എന്താ ഡോക്ടർ പറഞ്ഞത്? എന്റെ മോൾക്ക് സംസാരശേഷി ഇല്ലെന്നോ? അതെ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു മെഡിസിൻ ചെന്നിട്ടുണ്ട്. ആ മെഡിസിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് സംസാരശേഷി നഷ്ടപ്പെട്ടു. കുഞ്ഞ് ശരിക്കും മരിച്ചു പോകേണ്ടതായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തിയതാണ് കുഞ്ഞിനെ. എന്റെ മോള് സാരില്ല, മോള് വിഷമിക്കണ്ട. നമുക്ക് കുഞ്ഞിനെ ജീവനോടെ എങ്കിലും കിട്ടിയില്ലേ. എന്നിട്ട് എന്റെ മോൾ എവിടെ ഡോക്ടർ? കുഞ്ഞിപ്പോൾ ഐസിയുലാണ്. കുഞ്ഞിനെ നാളെ മോളുടെ അടുത്തേക്ക് കൊണ്ടുവരും. അല്ല, മോളുടെ കൂടെ ആരും വന്നില്ലേ? എന്റെ കുഞ്ഞിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അമ്മയും ചേർന്നാണ് എന്റെ കുഞ്ഞിനോട് ഈ കൊടും ചതി ചെയ്തത്. അവർക്കെതിരെ ഞാൻ എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കും. വേണ്ട ഡോക്ടർ, ഒന്നും ചെയ്യണ്ട. പിന്നെ ആ ദേഷ്യം കൂടെ അവരെന്റെ കുഞ്ഞിന്റെ അടുത്ത് തീർക്കും. അവർ ശരിക്കും മോളുടെ കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിച്ചത്. അതിന് അവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ കേസ് എടുക്കേണ്ടതാണ്. പിന്നെ മോളുടെ വിഷമം ഓർത്തിട്ടും ആ കുഞ്ഞിനെ ഓർത്തിട്ടും മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഇങ്ങനെ ഇവിടെ തുണി വിരിച്ചോണ്ടിരുന്നോ? എനിക്കല്ല എന്റെ വേദന അറിയുള്ളൂ. ഓ പിന്നെ, എനിക്കിവിടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അതിന് മാത്രമുള്ള സംഭവമാണല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കണത്. ഞാൻ അവളെ കൊച്ചു ചത്തുപോകുന്ന വിചാരിച്ചത്. അത് ജനിച്ചത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കാല് മുതൽ വിറഞ്ഞാ കയറണത്. പ്രസവത്തോടെ രണ്ടും അങ്ങോട്ട് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു. മാങ്ങാത്തൊലി. എന്റെ ഒരു വിധി. എടാ പൊട്ടാ, വിവരം കേട്ടവനെ, നിനക്ക് ഇത്ര നാളായിട്ടൊരു ബുദ്ധി വെച്ചിട്ടില്ലേ? എടാ, അവള് ജീവനോടെ ഇരുന്നാലല്ലേ നമുക്കൊരു ആങ്കൊച്ചെന്നുള്ള സ്വപ്നം, നിന്റെ ആ സ്വപ്നം നടക്കുള്ളൂ. നീ അത് ഇത്ര മണ്ടനാണോ നീ? പക്ഷെ എന്റെ പൊന്നു, ഇവനെ സമ്മതിക്കണം. എടാ, അവള് തള്ള ചത്തുപോയ പിന്നെ നീ എങ്ങനെ ആങ്കൊച്ചിനെ ഉണ്ടാക്കുന്ന നീ പറയണത്? ഓ, അത് ശരിയാണല്ലോ അമ്മേ. നമ്മളൊന്നും അവിടം വരെ പോയി അന്വേഷിച്ചില്ലല്ലോ അവളും കൊച്ചും ജീവനോടെ ഉണ്ടാന്ന്. അതെങ്ങനെ നമ്മ അന്വേഷിക്കുക? നീ ഒന്ന് പോയി ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്ക്, അവിടെ എന്താ അവസ്ഥയെന്ന്. ശരി അമ്മേ. അമ്മ വന്നില്ലേ അപ്പൊ എന്റെ കൂടെ? ഞാനൊന്നും വന്നില്ല. ഇനി ആ നശിഞ്ഞ കൊച്ചു ചത്തിട്ടില്ലെങ്കിൽ ആ പണ്ടാരത്തിന്റെ മുഖം കാണുന്നത് ഓർക്കുമ്പോ എനിക്ക് പ്രാന്താ കയറണം. അമ്മയും കൂടെ വാ അമ്മ എന്റെ കൂടെ. എനിക്ക് മോൻ നടക്ക്, വാ, നമുക്കൊന്ന് അവിടെ വരെ പോയി അന്വേഷിച്ചിട്ട് വരാം. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അമ്മേ, ഇപ്പൊ ഇവിടെ നമ്മൾ ആരോടാ ഒന്ന് അന്വേഷിക്കാം അവളെ പറ്റി? ദേടാ മോനെ, ആ ഡോക്ടറോടൊന്ന് അന്വേഷിച്ച് നോക്ക് നീ. ഡോക്ടറെ, ഞാൻ ഇന്ന് ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കിയ ദീപ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന്റെ ഹസ്ബൻഡായിരുന്നു. ഏത് റൂമിലാണ് അവർ അഡ്മിറ്റ് ചെയ്തേക്കണേന്നൊന്ന് അറിയാനായിരുന്നു. ഓ, നിങ്ങളാണല്ലേ അവളുടെ ഭർത്താവ്. നിങ്ങളെ ഞാൻ ശരിക്കും പിടിച്ച് ജയിലിൽ പിടിച്ചിടേണ്ടതാ. പിന്നെ ആ കൊച്ചു കൈകാലം പിടിച്ച് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ ഒന്നും ചെയ്യാഞ്ഞത്. ഡോക്ടറെ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർ എന്തൊക്കെയാ പറയണേ? ഓ, താൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ തൻ്റെ അമ്മയായിരിക്കും ചെയ്തത്. തൻ്റെ അമ്മേനോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പം അറിയാൻ പറ്റും. അത് പിന്നെ ഡോക്ടറെ, ഞാൻ അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഓ, നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എന്നോടെല്ലാം ദീപ തുറന്നു പറഞ്ഞു. അവൾ അഡ്മിറ്റ് ചെയ്തേക്കണ റൂം നമ്പർ 230 അവിടെ പോയി അന്വേഷിക്കൂ. ഓക്കെ ഡോക്ടറെ. രണ്ടും കൂടെ കിടക്കണ കിടപ്പ് നോക്കിക്കേ. അതേടാ മോനെ,
കൊണ്ടിട്ട് മനുഷ്യന് വിറച്ച് കയറിയിട്ടും പാടില്ല. അമ്മേ, അമ്മക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അമ്മക്ക് ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊന്നു തരാമോ എനിക്ക്? മോനെ, നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ ജീവിക്കണ തന്നെ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യില്ലേ. ഞാൻ പോണേ ഇവിടെന്ന്. അവളുടെ ഒരു കുഞ്ഞും മോളും കൂടെ അവള് കിടക്കണണ്ടില്ലേ. എന്റെ മോന്റെ മനസമാധാനം കളഞ്ഞിട്ട് അവള് കിടക്കണം. മര്യാദക്ക് ഞാൻ പറഞ്ഞതാ വയറ്റി വെച്ചേനെ കളയാന്. അവൾ എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിപ്പിച്ച് അടങ്ങുള്ളൂ. ഇവിടെ വാടി, പണ്ടാരത്തിന് ഇവിടെ എങ്ങാനും കൊണ്ട് കളയാം. വല്ല പട്ടിയോ പൂച്ചയോ കടിച്ചെടുത്തോണ്ട് പൊക്കോളൂ. നീ എന്നോട് ക്ഷമിക്കും. നിന്റെ അമ്മേനോട് ഞാൻ 10,000 തവണ ഞാൻ അവളോട് പറഞ്ഞു നിന്നെ വയറ്റി വെച്ചോളെ. പക്ഷെ അവൾ എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിപ്പിച്ചടങ്ങുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീയേ ഇവിടെ കേടാ. അയ്യോ, എന്റെ കുഞ്ഞെന്തേ? അവളിവിടെ കിടത്തിച്ചതാണല്ലോ. അവളെന്തേ? ഡോക്ടറെ, ഡോക്ടറെ, കുഞ്ഞിനെ കാണാനില്ല ഡോക്ടറെ. അയ്യോ, ഇവിടെ എങ്ങും ആരെയും കാണാനില്ലല്ലോ. ഞാൻ തന്നെ പോയി നോക്കാം. എന്റെ മോളെവിടെ? അയ്യോ, എന്റെ കുഞ്ഞിനൊന്നും മിണ്ടാൻ പോലും കഴിയില്ല. അവളവിടെ ആരാണാവോ ഈ ദുഷ്പ്രവൃത്തി ചെയ്തത്? ദൈവമേ, എന്റെ കുഞ്ഞെന്തേ? ദൈവമേ, എന്തിനാ ദൈവമേ എന്നോട് മാത്രമേ പരീക്ഷണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ പാവം മോള്, അവക്കൊന്നും മിണ്ടാൻ പോലും കഴിയത്തില്ല. ഞാൻ ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും പറ്റത്തില്ല. ഞാൻ അവൾ എവിടെ ചെന്ന് അന്വേഷിക്കും? ഏത് ദുഷ്ടന്മാരാണാവോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചതി ചെയ്തത്? സിസ്റ്ററെ, എന്റെ കുഞ്ഞിനെ കാണാനില്ല. ആരെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് പോണത് കണ്ടായിരുന്നോ സിസ്റ്ററെ? എന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം, വാ. അതെ സിസ്റ്ററെ, എന്റെ കൂടെ റൂമിൽ കിടന്ന് ഉറങ്ങി വെച്ചതാ. ഞാൻ കണ്ണോർന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല. വാ, നമുക്ക് അന്വേഷിക്കാം, വാ. ഓർത്ത് വിഷമിക്കല്ലേ, അതിനെ പറ്റി സമയമല്ലല്ലോ. എടാ, എന്തൊരു ഓമനത്തമുള്ള കുട്ടി. ആരാണാവോ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടത്? കുഞ്ഞുമോള് വാടി, ആന്റി എടുക്കാം മോളെ. വാ കുഞ്ഞുവാവ, എന്തിനാ മോളെ കരയുന്നുണ്ട്? ആന്റിയുടെ വാവയല്ലേ? എന്തായി? ഇതുവരെ പോലീസിനെ വിളിച്ചിട്ട് ആരും വന്നില്ലേ? പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരുന്നാ പറഞ്ഞത്. അതെ, പോലീസ് വന്നല്ലോ. എന്താണ് അവിടെ പറ്റിയത്? സാറേ, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഈ മരത്തിന്റെ അടിയിൽ നിന്ന് ഉപേക്ഷിച്ച രീതിയിൽ കിട്ടിയതാണ്. എന്റെ മോൻ ഈ കുഞ്ഞിന്റെ കരച്ചിലിട്ട് കണ്ടിട്ട് എന്റെ മോനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച രീതിയിൽ കിടത്തിയേക്കണതാ കണ്ടത്. ആരെ കുഞ്ഞാണെന്ന് എന്തോ ഞങ്ങൾക്ക് അറിയില്ല. അപ്പത്തേനും അതിൻ്റെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ വിളിച്ചത്. അയ്യോ, ദേ എൻ്റെ കുഞ്ഞ് സിസ്റ്റർ, ദേ എൻ്റെ കുഞ്ഞ്. ഹോ, ഇതപ്പൊ നിങ്ങളുടെ കുഞ്ഞാണോ? നിങ്ങളുടെ കുഞ്ഞിനെ ആരാ ഇവിടെ കൊണ്ടു ഉപേക്ഷിച്ചിട്ടത്? എനിക്കറിയില്ല സാറേ, എൻ്റെ അടുത്ത് കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞാ. ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേനും എൻ്റെ കുഞ്ഞിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും കഴിയില്ല സാറേ എൻ്റെ കുഞ്ഞിന്. എന്താണെന്ന്? ഈ കുഞ്ഞ് ഊമയാണെന്നോ? അയ്യേ, ഊമയായ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ എടുക്കത്തില്ല. എന്റെ കൈ കൊണ്ട് തൊടണ പോലെ എനിക്ക് അറപ്പാ. നിങ്ങൾ ഈ കുഞ്ഞിനെ ഒന്ന് മേടിച്ചോണ്ട് പോയേ. എന്റെ കുഞ്ഞ്, എന്റെ മോളെ. ആരാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടത്? സത്യം പറഞ്ഞോ? അയ്യോ, പണിയായിന്നാ തോന്നുന്നത്. ദൈവമേ, ഇവിടെ എങ്ങാനും ഒളിച്ചു നിൽക്കാം. ഹേയ്, ആ ഇടയെ ഒളിച്ചിരിക്കണ സ്ത്രീ ഇവിടെ വന്നേ. നിങ്ങളാണോ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങളെ നിങ്ങളുടെ മോനെ ഞാൻ അന്നേ ഉപദേശിച്ച് വിട്ടതാണ്, ഇങ്ങനത്തെ വൃത്തികേടൊന്നും കാണിക്കരുതെന്ന്. പിടിച്ച് ഞാൻ തള്ളേനെ മോനും പിടിച്ച് ജയിലിട്ട് നല്ല തരിഞ്ഞ നല്ല വീക്ക്. പിന്നെ നിന്നോളും നിങ്ങളുടെ അഹങ്കാരം. അത് പിന്നെ സാറേ, ഞാനൊന്നുമല്ല. ഞാനെന്തിനാ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിരണം? ദൈവമേ, ദൈവമേ, മഹാപാപമല്ലേ അത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അന്ന് തന്നെ തിരുത്തിയതാ സാറേ എന്റെ മനസ്സ്. എനിക്കിപ്പോ പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. ഞാൻ എന്റെ മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. പിന്നെ ഞാൻ എന്തിനാ സാറേ ഈ മഹാപാപം ചെയ്യണത്? വല്ല പിള്ളേരെ തട്ടിക്കൊണ്ടു പോണ ആൾക്കാരും വല്ലതും ചെയ്തതായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല സാറേ. സാറേ, ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഞാനൊന്നും ചിന്തിക്കാത്ത പോലെയുള്ള കാര്യങ്ങളാ സാറേ ഈ പറയണേ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിന്റെ പിന്നിൽ നിങ്ങളെങ്ങാനും ആണെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ തള്ളേനെ മോനെ ജയിലിട്ട് ഞാൻ ഉരുട്ടും ഞാൻ എടുത്തിട്ട്. ശരി സാറേ.
അവര് വരാനുള്ള സമയമായിട്ട് അവരെ കാണാനില്ലല്ലോ അമ്മേ. അവരിപ്പൊ തന്നെ വരുമായിരിക്കൂടാ, നീ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ, ഇപ്പൊ തന്നെ വരുമായിരിക്കും. ദേടെ നോക്കണം മോനെ, ദാ വരണത് അവരല്ലേ. വാ രണ്ടാളും വാ, എന്താ ഇങ്ങനെ വന്നിട്ട് പുറത്ത് തന്നെ നിക്കണത്? വാ അകത്തേക്ക് വാ, അകത്ത് കയറി ഇരിക്കാം. വന്ന കാലിൽ തന്നെ നിക്കാതെ അവിടെ ഇരിക്കേ, ഞാനിപ്പോ അവളെയും കൊച്ചിനെയും വിളിക്കാം. നിക്ക് വരട്ടെ, ചേച്ചീനെ വിളിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നതാണല്ലോ അല്ലേ ഞങ്ങൾക്ക് കൊച്ചിന്? പിന്നെ കൊച്ചിന് തന്നതിന് പിന്നെ കൊച്ചി ഞങ്ങളുടെയാ. പിന്നെ ഞങ്ങള് തിരിച്ചു വേണമെന്ന് പറഞ്ഞാലും ഒന്നും ഞങ്ങൾ തരില്ല. പിന്നെ ലീഗലായിട്ട് ഞങ്ങൾക്ക് എഴുതി തരണം, കൊച്ചിനെ ഞങ്ങൾക്ക് അഡോപ്ഷൻ ചെയ്തതിന്റെ ഇത് എഴുതി തരണം എന്ന്. പിന്നെ രണ്ടുപേരും സമ്മതമില്ലാതെ കുഞ്ഞിനെ കൊടുക്കുവോ? ഞങ്ങൾക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല കുഞ്ഞിനെ കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കിപ്പോ 2 പെൺമക്കളെ നോക്കി വളർത്താനും കല്യാണം കഴിപ്പിച്ചിടാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇപ്പൊ ഒരുത്തിയെങ്കിലും നല്ലൊരു വീട്ടിൽ പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിപ്പോ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കാം എന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ ദീപക്ക് കുഞ്ഞിനെ കൊടുക്കണേന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. കാരണം സ്വന്തം മോളല്ലേ എന്തൊക്കെ പറഞ്ഞാലും, അവള് പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പത്തേനും അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ കുഞ്ഞിനെ പിരിഞ്ഞിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു ചെറിയ അതിന്റെ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. നല്ലൊരു വീട്ടിലേക്കൊക്കെ പോകാനും സുഖമായിട്ട് ജീവിക്കാനൊക്കെ ഉള്ള ഒരു വഴി ഒത്തു കിട്ടണോണ്ട് അതിലേറെ അവൾക്ക് സന്തോഷമുണ്ട്. എന്റെ കുഞ്ഞാ, നീ അമ്മേനെ വിട്ടിട്ട് പോവാണോ ദൂരേക്ക്? അമ്മക്ക് കൊടുക്കണമെന്ന് നിന്നെ കൊടുക്കണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല കുഞ്ഞ. അമ്മ എന്ത് ചെയ്യാനാ? അമ്മയുടെ അവസ്ഥ അതായിപ്പോയി. നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊടുക്കണതാ. നീ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അമ്മയുടെ മുത്തേ, അമ്മ പൊന്നെ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോകാൻ തോന്നല്ലേ. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടണേ ദൈവമേ. എന്നാ പിന്നെ ഞങ്ങൾ കുഞ്ഞിനെയും അമ്മേനെയും വിളിക്കട്ടെ? പെട്ടെന്ന് വിളിക്ക്, എനിക്ക് കുഞ്ഞിനെ കാണണം. എടി ദീപേ, കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് ഇങ്ങ വന്നേ. അതെ, അവര് രണ്ടാളും ഇങ്ങ് വന്നല്ലോ. കുഞ്ഞിനിങ്ങ് തന്നേക്ക് ചേച്ചി, ഞാൻ എടുത്തോളാം. അതെ, അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം ഇങ്ങോട്ട് ഫിക്സ് ചെയ്യാണ്. ഞങ്ങൾ കുഞ്ഞിനെ ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. ഇനി കുഞ്ഞിന്റെ പേരിലൊരു അവകാശം കാര്യങ്ങളൊന്നും പറഞ്ഞ് വരാൻ നിൽക്കരുത്. ഇനി മുതൽ ഞങ്ങളുടെയാണ് ഈ കുഞ്ഞ്. ഞങ്ങളുടെ പോലെ ഞങ്ങൾ കുഞ്ഞിനെ വളർത്തും. ഞങ്ങൾക്ക് 10 കൊല്ലമായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ല. ഞങ്ങള് അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുത്തൊരു തീരുമാനമാണിത്. അപ്പത്തേനും ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോവാണ്. അതിനെന്താ? നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടൊക്കെ കുഞ്ഞിനെ, ഒരു കുഴപ്പമില്ല. മോനെ അവള് കൊരഞ്ഞ കൊളാക്കുന്നു എനിക്ക് തോന്നണം കേട്ടോ. ചേട്ടാ അതേ നോക്ക്, നമ്മുടെ കുഞ്ഞിനെ നോക്കി, എന്തൊരു ഓമനത്തുള്ള കുഞ്ഞല്ലേ ചേട്ടാ. അതേടി, നല്ല ഓമനത്തുണ്ട്. നമുക്ക് കൊണ്ടുപോവാം. അപ്പൊ എല്ലാരോടും എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോവാണ് കേട്ടോ. ഏട്ടാ ശ്രദ്ധിച്ചായിരുന്നോ? ഈ കുഞ്ഞ് കരയുമ്പോ കുഞ്ഞിന് ശബ്ദം വന്നില്ല. ഈ കുഞ്ഞ് ഊമയാണോന്ന് എനിക്കൊരു സംശയം. അത് ശരിയാണല്ലോ, അത് ഞാൻ ശ്രദ്ധിച്ചു. കുഞ്ഞിന് കരയുമ്പോ ശബ്ദം കേൾക്കണില്ല. അങ്ങനെ മരണൊഴിഞ്ഞിട്ടി. നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരാം. എടാ മോനെ, അവര് പിന്നെയും തിരിച്ചു വരണ്ടല്ലോ, എന്താണാവോ? അതെ, ഈ കുഞ്ഞു കരയുമ്പോ ശബ്ദം കേൾക്കണില്ലല്ലോ, അതെന്താ? അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ കുഞ്ഞു ഊമയാണ്. എന്ത് കുഞ്ഞു ഊമയാണെന്നോ? നിങ്ങൾ ഇതൊക്കെ എന്താ ഞങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചത്? ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാത്ത സങ്കടം കൊണ്ടാണ് ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമെന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ ചതിക്കാൻ നോക്കണോ? ഞങ്ങൾക്ക് കുഞ്ഞില്ലെന്നേ ഉള്ളൂ. അതും പറഞ്ഞേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത കൊച്ചിനെയൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഇതൊന്നും എന്താ നിങ്ങൾ ആദ്യമേ പറയാഞ്ഞത്? നിങ്ങളെന്നാ ഞങ്ങളെ ചതിക്കാൻ നോക്കുമായിരുന്നോ? ദൈവമേ നന്ദി, എന്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തന്നല്ലോ. എന്നാ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചോ. എന്റെ മോളെ, എന്റെ കുഞ്ഞെ, എന്റെ ചാക്കട മുത്തേ. ആ സ്ത്രീന്റെ മുഖം കണ്ടിട്ട് തോന്നണില്ലല്ലോ ആ സ്ത്രീ സ്വന്തം ഇഷ്ടത്തോടെയാണ് കുഞ്ഞിനെ കൊടുക്കണേന്ന്. എടോ, തനിക്കൊക്കെ നാണമില്ലേടോ? ഊമയായ സ്വന്തം കൊച്ചിനെ കണ്ടവരുടെ തലക്ക് കെട്ടിവെക്കാൻ. ഞങ്ങൾക്കിവിടെ 10 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലാണ്ട് ഞങ്ങൾ കഷ്ടപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് പിള്ളേരെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അഹങ്കാരം. എന്താടോ താനൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? ഇനിയെങ്കിൽ നന്നാവടോ. വാടി, നമുക്ക് പോവാം. മോനെ എന്തൊക്കെ ചെയ്തിട്ട് ഇത് നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു പോണില്ലല്ലോ.
അവളുടെ ഒരു നശിഞ്ഞ കുഞ്ഞ്. ഇവിടെ താടി ആ നശിഞ്ഞ സാധനത്തിന്. അവളുടെ ഒരു കുഞ്ഞ്. ഇതിന് ഇന്ന് തന്നെ ഞാൻ കടലിൽ കൊണ്ട് മുക്കിക്കൊല്ലു. അയ്യോ വേണ്ടേട്ടാ, എന്റെ കുഞ്ഞിനെ തായേട്ടാ, എങ്ങോട്ട് പോവേട്ടാ എന്റെ കുഞ്ഞ്. അയ്യോ എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേട്ടാ. അവളുടെ ഒരു കുഞ്ഞ്. ഞാനിനി ഇപ്പൊ എടുത്ത് വെള്ളത്തിൽ കളയും. ഡോ, തന്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മോളെങ്ങാനും എന്തെങ്കിലും താൻ ചെയ്താ ആ വെള്ളത്തിൽ തന്നെ എടുത്ത് ചാടി ഞാനും ചാകും. എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ അതേപോലെ തന്നെ ഞാനും പോയി ചാവും. പിന്നെ തന്റെ പ്ലാനിങ്ങും തന്നെ ആങ്കൊച്ചെന്ന സ്വപ്നം ഒന്നും നടക്കില്ല, താൻ മറക്കണ്ട. എടാ മോനെ, നീ ഇങ്ങോട്ട് വാ. ആ കൊച്ചിനൊന്നും ചെയ്യല്ലേ. ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ പോയി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്തിനാ അങ്ങനെ ചെയ്യണത്? നീ ഇങ്ങോട്ട് വാടാ മോനെ, അമ്മ പറയണ കേക്ക്. ഞാൻ ജയിലിൽ പോയി കിടക്കാനുള്ള പേടി കൊണ്ടൊന്നുമല്ല നിനക്ക് തിരിച്ചു കൊണ്ടെന്ന് നിന്റെ കൊച്ചിനെ തന്ന. എന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രം. കേട്ടാടി, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കൊച്ചിനെ എന്റെ കൺവെട്ടത്ത് പോലും കാണിച്ചു പോരുത്. എന്റെ കൺവെട്ടത്തെങ്ങാനും കണ്ട എന്നാ ഇതിന് തൊല്ലി കൊല്ലാൻ തോന്നണേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കൊന്നുകളയും. പറഞ്ഞായിട്ടല്ല. ആ ശരിയേട്ടാ, ഏട്ടന്റെ കൺവെട്ടത്ത് പോലും കൊണ്ടാതെ ഏതെങ്കിലും മൂലക്ക് വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കിക്കോളാം. ഒന്നും ചെയ്യാതിരുന്നാ മാത്രം മതി. വാടാ മോനെ. നമ്മള് കുഞ്ഞുവാവേ, കരയല്ലേടി, കരയല്ലേടി മുറ്റേ. അമ്മയുടെ വാവേണ്. ഉമ്മ ഉമ്മ ഉമ്മ. വാവൂ വാവേ വാവേ, അമ്മയുടെ കുഞ്ഞ് വാവുറങ്ങ്, ചക്കര കുഞ്ഞ് വാവുറങ്ങ്, അമ്മയുടെ മുത്ത് വാവുറങ്ങ്. അയ്യോ ഏട്ടൻ. അവളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കളി, പാട്ടുപാട് ഉറക്കലും. അവളുടെ മര്യാദക്ക് ആ കൊച്ചിനെ ഒരു കൊണ്ടുപോയാനെ. നാശിഞ്ഞ നാശൂലം. എന്തൊക്കെ ചെയ്താലും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. എടാ മോനെ, നീ വന്നാ? ആ വന്ന്. എന്താ അമ്മേ? ഇല്ലടാ, നീ വന്നത് കണ്ടപ്പോ അമ്മ വെറുതെ അന്വേഷിച്ചേ ഉള്ളൂ. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടണ? വന്ന പടി തന്നെ ഞാൻ കാണേണ്ടതോ ജന്തുവിനെ, നശിഞ്ഞ ജന്തുവിനെ. ഓഫ്, ഓർക്കുമ്പോ പ്രാന്ത കയറണം മനുഷ്യന്. അതിനെ കാണുമ്പത്തേനുണ്ടല്ലോ. അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ, ആ തൊഴുത്തി കിടത്തേണ്ട സാധനത്തിന് അവിടെ കൊണ്ട കിടത്തണം, ഈ വീടിന്റെ അകത്ത് കയറ്റി പുന്നാരിക്കാൻ നിക്കരുതെന്ന്. അവക്കിട്ട് ഞാൻ കൊടുക്കണുണ്ട്. അതേ അമ്മ, ഞാനോളം ആൺ ചെയ്തതാ എന്റെ മുമ്പിലേട്ട് ആ കൊച്ചിനെ കൊണ്ടുവരരുതെന്ന്. എന്നാലും അതിനെയും കൊണ്ട് അവിടെ ഇവിടെ ഇരുത്തി അങ്ങനെ ലാളിച്ച് ആഹാ എന്താ ഒരു രസം. കാണുമ്പോ എനിക്കുണ്ടല്ലോ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനാ തോന്നണ ആ സാധനത്തിന്. പിന്നെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാണ്. എടി ദീപേ, എടി ദീപേ, ഇങ്ങോട്ട് വന്നേടി. എന്താണ് ഏട്ടാ വിളിച്ചത്? നീ ഇവിടെ വാ. ഇവിടെ വന്ന് എന്റെ അടുത്തൊന്ന് ഇരുന്നേ. ഞാനില്ല ഏട്ടാ. ഇനിയൊരു കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാ അതെനിക്ക് വയ്യ, ആലോചിക്കാൻ കൂടെ വയ്യ. നീ പ്രസവിക്കും. നീ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നെ വരെ നീ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ടാകാൻ പോണത് ഒരു ആൺകുഞ്ഞാണെങ്കിലല്ലേ, അടുത്തത് ഉണ്ടാക്കണത് ഒരു പെൺകുഞ്ഞാണെങ്കിലോ? ഏട്ടൻ അതിനെ കൊന്നു കളയാൻ പറയില്ലേ? ഹോ, ഞാനൊന്ന് മൂടായിട്ട് സന്തോഷത്തോടെയൊക്കെ അടുത്തേട്ട് വന്നപ്പോഴത്തേനും അവൾ പറയണ വർത്താനം കേട്ടില്ലേ? പെങ്കൊച്ചായിരിക്കും പോലും, പെങ്കൊച്ച്. ഇനി എനിക്കൊരു ആങ്കൊച്ചേ ഉണ്ടാവുള്ളൂ. നീ എനിക്കൊരു രാജകുമാരനെ പോലത്തെ ഒരാൺകുഞ്ഞിന് ജന്മം നൽകണം നീ. അത് സ്വപ്നം കണ്ട് ഞാൻ ജീവിക്കുക. നീ എനിക്കൊരു ആങ്കൊച്ചിനെ തന്ന് നിന്നെ ഞാൻ റാണീനെ പോലെ വാഴിക്കും. നിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ദ്രോഹിക്കില്ല. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് മൂടും. അത് ഒരു ആൺകൊച്ച ഉണ്ടാകാൻ പോണെങ്കിലുള്ള കാര്യമല്ലേ ഏട്ടൻ പറഞ്ഞത്. ഇനി ഉണ്ടാവണം എനിക്കൊരു പെൺകൊച്ചാണെങ്കിലോ? എൻ്റെ ഈ രണ്ട് മക്കളെ ദ്രോഹിക്കണ പോലെ, മാറ്റി നിർത്തണ പോലെ അതിനെ നിങ്ങൾ മാറ്റി നിർത്തില്ലേ? എനിക്ക് വേണ്ട. ഇവിടെ വാടി. ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കടി. അവള് പറയണം ഞാൻ കേക്കണം. വാടി, ഇവിടെ വന്ന് കിടക്കടി.
ഇങ്ങ് അടുത്ത് വന്ന് കിടക്ക് നീ എൻ്റെ അടുത്ത്. വാ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മേ, എന്റെ വിക്രമാദിത്യൻ കിടക്കണ കിടപ്പ് കണ്ട എന്റെ രാജാവാണ്, അവൻ എന്റെ മുത്താണ്. അതേടാ മോനെ, അവൻ നമ്മുടെ ഭാഗ്യ നക്ഷത്രമാണ്, നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ്. നമ്മുടെ എത്ര നാളത്തെ കാത്തിരിപ്പ് അവരാകുന്നി. അമ്മേ, എനിക്ക് ശരിക്കും സന്തോഷം കൊണ്ട് ഇരിക്കാൻ പോലും പറ്റില്ല. എന്റെ മോൻ വന്നമ്മേ. എടാ മോനെ, നീ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ? നിന്റെ രാജകുമാരൻ ഉണ്ടായ ദിവസമാണെന്ന്. നീ പോയി എല്ലാരെയും സന്തോഷവാർത്ത അറിയിക്കടാ. പോയി എല്ലാവർക്കും മധുരം കൊടുക്ക്. അമ്മ, അതിനൊക്കെ മുന്നേ എന്റെ മോനെ ഞാനൊന്ന് എടുക്കട്ടെ അമ്മേ. അവനെ ഞാനൊന്ന് കൺകുളിർക്കെ കാണട്ടെ. എന്റെ കുഞ്ഞു രാജാവാണവൻ. അച്ഛന്റെ ചക്കര മുത്തേ ഉമ്മ. അമ്മ കണ്ടമ്മേ, എന്റെ സുന്ദര മണിനെ കണ്ടമ്മേ. നോക്കട്ടെടാ, അമ്മ ഒന്ന് എടുക്കട്ടെ. നിന്റെ കൊച്ചു രാജാവിന്റെ അമ്മ ഒന്ന് എടുക്കട്ടെ. അച്ഛമ്മയുടെ മുത്തേ, അച്ഛമ്മയുടെ ചാക്കുട് മുറ്റില്ലടാ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരി വന്നേക്കണ? അച്ഛന്റെ ചാക്കട് മുറ്റാനാടി. വാ. അച്ഛന്റെ മോൻ നല്ലോണം പഠിക്കണോട്ടാ. അച്ഛന്റെ മോൻ പഠിച്ച് വലിയൊരു കളക്ടർ ആവണം. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നോ? നല്ലോണം ശ്രദ്ധിച്ചിന്ന് പഠിച്ച അച്ഛന്റെ മോൻ. അല്ലെങ്കിൽ അച്ഛൻ അറിയാം അച്ഛന്റെ മോന് നല്ല ബുദ്ധിയാണെന്ന്, നല്ലോണം പഠിക്കുമെന്ന്. അച്ഛന്റെ മോൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തുന്ന അച്ഛന് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ അച്ഛാ, സ്കൂളില് ടീച്ചർ പറഞ്ഞത് ഇവൻ ഒരു ബുദ്ധിയില്ല, ഇവനെല്ലാം മറന്നു പോകുന്നാണല്ലോ. ഏത് ടീച്ചർ അടി എന്റെ കൊച്ചിനെ പറ്റി അങ്ങനെ പറഞ്ഞത്? ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ. ആ ടീച്ചർ എന്റെ മോനെ പറ്റിയായിരിക്കില്ല പറഞ്ഞത്, നിന്നെ പറ്റിയായിരിക്കും അങ്ങനെ പറഞ്ഞത്. നീ കൂടുതൽ അത് ഞങ്ങളൊന്ന് പറയാൻ നിക്കണ്ട. നീ പറഞ്ഞ കൂടുതൽ എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുണ്ടല്ലോ, എന്റെ മോനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ, നിന്നെയും ആ തൊഴുത്തി കിടക്കണ അവളില്ലേ, രണ്ടിനെയും കൂടെ ഞാൻ ചവിട്ടി കൊല്ലും. എന്റെ മോനുള്ള എന്ത് കഴിവ് നിനക്കണ്ടടി? എന്റെ മോനെ, അവൻ രാജാവാണ്. ഞാൻ വെറുതെ ഒന്നല്ല അവൻ ആ പേര് വെച്ചത്. അവനെ രാജാവാണ്. അച്ഛന്റെ മോനെ അതൊന്നും കേക്കണ്ട കേട്ടാ. അവൾ പലതും പറയും. വാ, അച്ഛന്റെ കൂടെ വാ, നമുക്ക് കുളിച്ച് ഭക്ഷണം കഴിക്കാം. വാ. നീ ആരാടി എന്റെ കൊച്ചുമോൻ പഠിക്കില്ല ബുദ്ധിയില്ലാത്തവനാന്നൊക്കെ പറയാൻ? മര്യാദക്ക് ആ മൂലൊക്കെ എങ്ങാനും കുത്തിയിരുന്നോ? മര്യാദക്ക് സ്കൂളിൽ പോയി നീ ഇത്രയൊക്കെ പഠിച്ചത് മതിയടി. പെൺപിള്ളേരൊന്നും അധികം പഠിച്ചിട്ട് കാര്യമില്ല. എന്റെ മോൻ പഠിച്ചാ മതി. നീ കൂടുതൽ ഇനി പഠിക്കാനൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടാ പറഞ്ഞത്. ശരി അച്ഛമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ. ടീച്ചർ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. അവളൊരു ടീച്ചർ. ഒരു പൊടിയാത്ത്. അച്ഛമ്മയുടെ മോനെ അച്ഛമ്മ ഭക്ഷണം വാഴ്ത്തരാലോ, കഴിക്ക്. ഹോ, അവള് ഞണങ്ങാൻ വന്നിരിക്കണേ. നിന്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാടി? കഴിഞ്ഞച്ചമ്മേ. പോയി എന്റെ മോന് കുറച്ച് തോരൻ എടുത്തോണ്ട് വാടി. ശരി. അച്ഛമ്മന്റെ മോനൊന്ന് കഴിക്കടി. നീ അവളെ ഒന്നും നോക്കൊന്നും വേണ്ട. നീ ഇന്ന് തിന്നോ. നീ അവള് കഴിക്കണതൊന്നും നോക്കൊന്നും വേണ്ട. ശരി അച്ഛമ്മേ. അച്ഛമ്മേ, അവള് പാവല്ല അച്ഛമ്മേ. അവളിരുന്ന് ഫുഡ് കഴിക്കട്ടെ അച്ഛമ്മേ. അവള് രാവിലെ തൊട്ടിങ്ങനെ പണിയെടുക്കണതല്ലേ, പാവ. അവള് കഴിക്കട്ടെ അച്ഛമ്മേ. നിനക്ക് വേണമെങ്കിൽ തിന്നിട്ട് എണീറ്റ് പൊടി. നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട കേട്ടാ. അവള് കട്ടും മോഷ്ടിച്ചൊക്കെ ആയിട്ട് ആവശ്യത്തിലധികം എടുത്ത് തിന്നണുണ്ട്. തിന്നേ അവളൊരു ഇതായി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കയറും നിന്നെ പോലെ. തീറ്റാന്നുള്ള ജ്വരം മാത്രമേ ഉള്ളൂ രണ്ടിനും. അതിന് അവളധികം അങ്ങനെ ഒന്നും കഴിക്കാറില്ല അച്ഛാമ്മേ. അവള് കട്ടൊന്നും തിന്നാറില്ല അച്ഛാമ്മേ. എന്റെ മോനെ പറ്റിയാ പറഞ്ഞെങ്കിൽ നീ ആ പറഞ്ഞത് ശരിയായിരിക്കും. എന്റെ മോനങ്ങനെ കട്ടും മോഷ്ടിച്ചൊന്നും തിന്നത്തൊന്നുമില്ല. അവന് കൊടുക്കണതേ അവൻ തിന്നുള്ളൂ. നീ വേണമെങ്കിൽ തിന്നിട്ട് എണീറ്റ് പോടി വേണേ. അവളുടെ വക്കാലത്ത് പിടിക്കാൻ വന്നേക്കണം. എന്റെ പുന്നാരം മോനെ നീ തള്ളിയിടല്ലേ കേട്ടാ.
മകനെ പാതി മകനെ. എടാ ചക്കരെ മോനെ വാടാ, നിനക്ക് ക്ലാസ്സിൽ പോവാൻ ടൈം ആയില്ലേ? നിനക്കിത് എത്ര വെളുപ്പിച്ചാലും മതി വരില്ലേ മോനെ? അത് പിന്നമ്മേ എന്റെ പൊന്നുമോൻ യാത്ര ചെയ്യേണ്ട വണ്ടിയല്ലേ, അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി വിടണം, എങ്കിലല്ലേ നാലാൾ കാണുമ്പോ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരെ ഇതിന്റെ മേപ്പത്ത് കയറിയിരുന്നുണ്ടല്ല, പിന്നെ അവർക്ക് കണ്ണും മൂക്കുമില്ല. ചേര പൊളഞ്ഞു പോണ പോലെ പൊളഞ്ഞു പോകുള്ളൂ. ആൾക്കാരെന്നാ ഒന്നുമില്ല, റോട്ടിൽ കൂടെ പോണ കണ്ടാ നമുക്ക് പേടിയാകും. പക്ഷെ എന്റെ മോൻ അങ്ങനെയൊന്നും പോകൂലമ്മേ, അവനെ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുള്ളൂ. അവൻ മര്യാദക്കാരനാ. പിന്നെ അവന്റെ ഗ്രഹനില രാജാവിന്റെയാ, അതുകൊണ്ടാ ഞാൻ അവന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടത്. അറിഞ്ഞിട്ട പേരാ. പക്ഷെ മോനെ, അവനിപ്പോ പരീക്ഷക്കൊക്കെ മാർക്ക് കുറവാണെന്നാണല്ലോ കേക്കണേ. എന്റെ പൊന്നമ്മേ, അമ്മ ഇപ്പോഴത്തെ അവന്റെ പഠിത്തമൊന്നും നോക്കണ്ട. അവനെ ഒറ്റ തവണ വായിച്ചാൽ മതി, അപ്പൊ തന്നെ അവന്റെ തലയിൽ കയറും. ഞാൻ കളക്ടറിന്റെ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തത് അമ്മ കണ്ടില്ലായിരുന്നോ? ആ പിന്നെ അതൊക്കെ വെച്ച് അവൻ പഠിച്ചവനൊരു ഒന്നൊന്നര കളക്ടറാവും. അമ്മ കണ്ടോ? അവനെ കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയാ. അത് പിന്നെ അത്രേ ഉള്ളൂ. സമയമാകുമ്പോഴേ അവൻ കൊത്തി പറഞ്ഞോളും. കേട്ടോ അമ്മേ? ആഹാ. അമ്മേ, ഞാൻ കൊണ്ടുവന്ന നാടൻ മുട്ട അവന് പുഴുങ്ങി കൊടുത്തായിരുന്ന? ആ മോനെ, മുട്ടയും പുഴുങ്ങി കൊടുത്ത് 2 ഏത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. എങ്കിലല്ലേ അവന് നല്ല ചുറുചുറുക്കും ആരോഗ്യമൊക്കെ കിട്ടുള്ളൂ. മോനെ, നീ ഇത് കണ്ടില്ലേ? രാവിലെ തന്നെ വന്ന് ഇന്നോളം ചൂലും കെട്ടും പിടിച്ചോണ്ട്. ഇവളോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ പോവാൻ നിൽക്കുമ്പോ ചൂലും കെട്ടും പിടിച്ചോണ്ട് മുമ്പിൽ വന്ന് നിക്കരുതെന്ന്. ശകുനക്കേട്. കേറി പോടിയാത്ത്. അങ്ങോട്ട് എങ്ങോട്ട് പോണേ നീ? വീടിനകത്ത് കേറി പോടി. മുത്തേ, പൊന്നു മുത്തേ, അച്ഛൻ മക്കളുടെ വണ്ടി ഒന്നും കൂടെ പുതിയതാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിക്കൊക്കെ പോണതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചും കണ്ടും പോണേ മോനെ. ഈ അമ്മ വണ്ടി എടുത്തപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്റെ മോൻ എല്ലാം അറിയാം. എന്റെ മോൻ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുള്ളൂ. അവൻ ഒറ്റ തവണ കേട്ടാ മതി, പിന്നെ അവനത് മനപ്പാടോ. അവൻ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കത്ത് പോലും ഇല്ല. അച്ഛാ, പിന്നൊരു കാര്യമുണ്ട്. എനിക്ക് കോളേജില് ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്. അപ്പൊ എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. ക്രിക്കറ്റ് കളിക്കണതൊക്കെ കൊള്ളാം. ക്രിക്കറ്റ് കളിക്കുമ്പോ എന്റെ പൊന്നുമോന്റെ നെഞ്ചത്തോ തലയിലൊന്നും കൊള്ളാതെ സൂക്ഷിക്കണേ. എന്ത് വർത്തമാനം അമ്മ പറയണത്? എന്റെ മോന് പന്ത് കൊള്ളാനാ. അവന്റെ ഏറ് വേറെ ആർക്കെങ്കിലും കൊള്ളാതിരുന്നാ മതി. എന്റെ മോൻ നല്ല ഏറുകാരനല്ലേ? നീ പറഞ്ഞത് ശരിയാ. എന്റെ മോനെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തൊന്നുമില്ല. അയ്യോ, അച്ഛന്റെ ചേഞ്ച് ഇല്ലല്ലോടെ മോനെ. 2000-ന്റെ നോട്ടാണല്ലോ കയ്യില്. അത് സാരില്ല, അച്ഛന്റെ മോൻ ഇത് വെച്ചോ. സൂക്ഷിങ്ങാണ്ടൊക്കെ പോണേടാ. ശരി അച്ഛാ, അത് പിന്നെ എന്റെ അടുത്ത് പറയണോ? ഒന്ന് പറഞ്ഞ അച്ഛൻ പറയണ ശരിയാ. അവന്റെ രാജയോഗം, നമ്മള് വെറും പാഴ് ജന്മങ്ങൾ. ഞാൻ പോയിട്ട് വരട്ടെ കല്യാണി. ചേച്ചി. അച്ഛാ, ഞാൻ പോയിട്ട് വരാവേ. എടാ നിക്ക്, ഞാനും വരട്ടെ നിന്റെ കൂടെ? വേണ്ട വേണ്ട, എനിക്ക് പോണ വഴിക്ക് ഒരു കൂട്ടുകാരനുണ്ട് എന്റെ കൂടെ. അതെന്താടി നിനക്ക് നടന്നു പോയാ മതി. അവക്ക് ബൈക്കിനെ പോകാൻ പറ്റുള്ളൂ. നിനക്ക് ഒരു കാർ എടുത്ത് തരാം. എന്താ അത് മതിയാവോ?